ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് അമ്മയും അച്ഛനും വീട്ടിലില്ല കേട്ടോ. എല്ലാം എൻ്റെ കയ്യിലാണ്, കൊച്ചുൾപ്പെടെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചായ ഇടുക, പ്ലസ് ഇഡലി വെച്ചിട്ടുണ്ട്. ഇത് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഇത് ഇഡലി വെച്ചിട്ടുണ്ട്. സാമ്പാർ അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പം കുഞ്ഞ് അവൻ്റെ കയ്യിലിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം. അത് ചേച്ചിയുടെ മോർണിംഗ് വാക്കാണ്. യൂഷ്വലി അമ്മയാണ് നടത്തിക്കാറുള്ളത്. ഇപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ മുറ്റത്തോട്ട് എടുത്തുകൊണ്ട് പോയി. ഇന്ന് വലിയ മഴയ്ക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉള്ളപ്പോഴേ ഇവർക്ക് കുറച്ച് കൊഞ്ചിൽ കൂടുതൽ. ഞങ്ങൾ ഒങ്ങി എഴുന്നേറ്റ് മനസ്സിലല്ല ഗായ്ഷ് ആ എഴുന്നേറ്റ് വാ. എനിക്ക് വെള്ളം കഴിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കഴിച്ചാലല്ലേ നിനക്ക് വെള്ളം കഴിച്ചാൻ പറ്റത്തുള്ളൂ. ഗുഡ് മോർണിംഗ് ഇച്ചിതാ. ഇത്ര നേരം എന്നെയും കൂടെ പിടിച്ച് കിടത്തി അവൾ ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ ഉറങ്ങിയപ്പോഴെങ്കിലും ഞാൻ എഴുന്നേക്കത്തില്ല. എൻ്റെ ഇച്ചുട്ടി എന്തൊരു സന്തോഷം. ഈ എന്തിയാണ് പോയി എന്തൊരു സന്തോഷം. യോ എന്തുവാടാ. മിക്കിയെ കാണിച്ചു കൊടുത്തേ. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ മിക്കി, ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ. മിക്കി ടൂറൊക്കെ പോയിട്ട് വന്നു അല്ലേ കുട്ടാപ്പി? അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ ചോറിടുവാണ്. അത് ചെറുതായിട്ടൊത്ത് പണി വാളിയിട്ടുണ്ട്. ഇച്ചുവിനെ കുളിപ്പിക്കാൻ പോയ ടൈമിൽ അതാണെങ്കിൽ കുറച്ച് വെന്ത് പോയി. കൈമ റൈസായിരുന്നേ. അപ്പോൾ ചേട്ടന് മറ്റേ കൈമ റൈസും എനിക്ക് നമ്മുടെ നോർമൽ മട്ട റൈസ് അതായിരുന്നു. അപ്പോൾ ഇച്ചുവിനെ കുളിപ്പിക്കാൻ പോയ ആ ടൈമിൽ ഒരു 5 മിനിറ്റിൻ്റെ ഡിഫറൻസിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോയി. പിന്നെ ഞാൻ അതുകൊണ്ടാണെങ്കിൽ പായസം പോലെ കുറച്ച് പരീക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയും വന്നായിരുന്നു. അതാണെങ്കിൽ നമ്മൾ ഈ അണ്ണാനും കിളികൾക്കും ഒക്കെ കൊടുത്തു. അങ്ങനെ അപ്പം അത് വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം ഈ ഡസ്റ്റ്ബിന്നിലിട്ടാൽ ആർക്കും ഉപയോഗമില്ലാതെ പോകത്തില്ലേ. ഡസ്റ്റ്ബിന്നല്ല, വേസ്റ്റ് ബിൻ. അത് തന്നെ, വേസ്റ്റ് ബിന്നിലിട്ടാൽ ആർക്കും ഉപയോഗമില്ലാതെ പോകത്തില്ലേ. പിന്നെ ബാക്കി എൻ്റെ മട്ട റൈസും കുറച്ചുണ്ടായിരുന്നു. അതാണെങ്കിൽ പട്ടിക്ക് കൊടുത്തു. പട്ടിക്കും പൂച്ചയ്ക്കും അവന്മാർക്കും കൊടുത്തു. അവന്മാർക്കും മീനിട്ട് ഇത് ചെയ്തിട്ട് കൊടുത്തു. അപ്പം എല്ലാവർക്കുമായി വേസ്റ്റും ആയില്ലായിരുന്നു. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഇച്ചുവിൻ്റെ കാര്യം നോക്കണം. പിന്നെ ഇവിടുത്തെ കുറേ ദത്തുപുത്രന്മാരും പുത്രികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അങ്ങനെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തോ ഇനി പറയുന്നത്. ഓക്കെ വെയിറ്റ്. ഉച്ചയ്ക്ക് ഞാൻ ഇച്ചുവിനെ കൊണ്ട് ഉറക്കി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചതും. പിന്നെ ബാക്കി കുറച്ച് കലാപരിപാടികളൊക്കെ, കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ്ങിലാണ് ഞാൻ പറഞ്ഞില്ല പായസം പോലെ വെച്ചെന്ന്. അരിക്കകത്തോട്ട് ഞാൻ കുറച്ച് ഇച്ചൂസേ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവളെന്തൊക്കെയോ കാണിക്കുന്നു. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആള്. ഓക്കെ. അപ്പം ഇച്ചുട്ടാ. ഓക്കെ. അപ്പം എന്തുമായിരുന്നു, നമ്മുടെ ആ അരിക്കകത്തോട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമൊന്നും എനിക്ക് ഒത്തിരി തെറ്റ് പറ്റുന്നുണ്ട്. ഓക്കെ. കുറച്ച് പാലും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും അതൊക്കെ ഇട്ട് ഞാൻ ഒരു സ്വീറ്റ് പോലെ ഉണ്ടാക്കി. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു പണി വന്ന്. അപ്പോൾ അത് ഞാൻ ഈവനിങ്ങിലാണ് ഉണ്ടാക്കിയത്. അപ്പം രാവിലെ ഞാനിപ്പോൾ മുട്ട എടുക്കുവാണേ. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല അത് കണ്ടിട്ടും. ആ പാനിനകത്ത് ഞാൻ മുട്ട എടുക്കുക. അപ്പം അതും കഴിച്ചു. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ ഇച്ചുവിനെ നടത്തിച്ചു. അത് പിന്നെ ചേട്ടൻ ചെയ്തോളുമായിരുന്നു. ഞാൻ പിന്നെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. അപ്പം ഇന്നും നാളെയും നമ്മൾ നടത്തമൊന്നുമില്ലായിരുന്നു. സാറ്റർഡേ സൺഡേ ആയിരുന്നു അവർ പോയത്. അപ്പം സാറ്റർഡേ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഫുൾ കാര്യങ്ങൾ നോക്കേണ്ടി വന്നത്. പിന്നെ സൺഡേ ആയപ്പം എല്ലാം സെറ്റായി. ഞാൻ അതുമായിട്ടങ്ങ് യൂസ്ഡായി. സൺഡേ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ സൺഡേ ഞങ്ങൾ ദാൽ കിച്ചടിയാണ് വെച്ചത് ലഞ്ചിന്.
പിന്നെ ഈവനിങ് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറച്ചേ എടുത്തുള്ളായിരുന്നു വീഡിയോസ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു എൻ്റെ പായസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ അല്ല കേട്ടോ, മുട്ടയ്ക്കകത്ത് കുരുമുളക് ഇടുന്നതാണ്. സോറി അളിയാ, സോറി. ഇച്ചു മിക്കിയെ കാണിച്ചേ, മിക്കിയെ കാണിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ? കണ്ട് മിക്കി പൊളിച്ചാലോ. സിംബ എവിടെ പോയി? എവിടെ പോയി? സിംബ എവിടാടി? ഷിംബ പോയോ കൊച്ചേ? ഞാൻ മുമ്പേ പറഞ്ഞപ്പം നെയ്യുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലേ? നെയ്യും ഏലക്കപ്പൊടിയും പഞ്ചസാരയും പാലും പിന്നെ നമ്മുടെ കൈമ റൈസും അതത്ര ആയിരുന്നു തോന്നുന്നു. എന്നിട്ട് പാലിങ്ങനെ ഇളക്കി അത് പറ്റിച്ച് അങ്ങനെ കുറച്ച് തിക്കായിട്ട് എടുത്തപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അതായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് സ്വീറ്റായിട്ട് കഴിച്ചത്. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യം കുറച്ച് ഏലക്കപ്പൊടിയുടെ ആയിരുന്നു പഞ്ചസാരയുടെ എന്തോ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമത് ആഡ് ചെയ്തപ്പം പിന്നെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ. നിങ്ങൾ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് കൊള്ളത്തില്ലെന്നൊന്നും വിചാരിക്കേണ്ട, സംഭവം കുഴപ്പമില്ലായിരുന്നു. ഇത് പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പം ചേച്ചിക്കൊരു സ്ലീപ്പിംഗ് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇടയിട്ട് കിളിക്കാതടാ കുഞ്ഞേ, നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, അവൾ അതിട്ട് കിളിക്കുന്നതാണ്. ഓക്കെ, അപ്പം മടി വെച്ച് അവൾ കുറച്ച് നേരം ഉറങ്ങിക്കോളൂ. അപ്പോൾ ഞാൻ അരമണിക്കൂറെങ്കിലും ഉറങ്ങട്ടെന്ന് വെച്ച് അവളെ ഇങ്ങനെ മടിയിൽ ഇരുത്തിയേക്കുമായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ മിക്കിയെ. ഞാനിപ്പം മിക്കിയെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പം ഞാൻ കരയുന്ന ടൈമിലൊക്കെ മിക്കിയെ കാണിക്കും. അപ്പം ഭയങ്കര ചിരിയായിരിക്കും. പക്ഷെ വിശന്നിരുന്നാൽ അവൾ ചിരിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം മിക്കി മാത്രമല്ല കേട്ടോ, മിക്കിയുണ്ട്, മിക്കുണ്ട്, ജെറിയുണ്ട്, അങ്ങനെ 4-5 പേരുണ്ട് സ്ഥിരം. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം മിക്കിയെ കാണുമ്പോഴേ ഉള്ളൂ ആ ഒരു സന്തോഷം. ബാക്കി ആരും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ ഡെയിലി വൈകിട്ടാകുമ്പോൾ എന്താ നിഷിത നീ ഇന്ന് സ്കൂളിൽ വരാഞ്ഞത്, നിനക്ക് പഠിക്കുകയൊന്നും വേണ്ടെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവളോട് സംസാരിക്കും, മിക്കി സംസാരിക്കുന്ന പോലെ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ. എന്നിട്ട് ക്രിസ്മസ് ഹോളിഡേയ്സ് അല്ലായിരുന്നു. അപ്പം മിക്കി വന്നിട്ട് പറഞ്ഞു, ഇഷിത ഞാൻ ടൂറ് പോവാം, മൈസൂർ, ഊട്ടി, പിന്നെ അവിടെ അങ്ങനെ ബാംഗ്ലൂർ. അപ്പം ഇനിയും കുറച്ച് ദിവസം മിക്കി വരത്തില്ലെന്ന് നോക്കി. അപ്പം അതൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും വന്നോ മോത്തിട്ടടിക്കല്ല, നോ. ഞങ്ങളുടെ മിക്കി ഇതാ. മിക്കി ഹായ് പറ. മിക്കി ഹലോ, ഞാനാണ് ഇഷിതയുടെ കൂട്ടുകാരൻ മിക്കി. മിക്കിയെ കണ്ടപ്പോഴത്തെ സന്തോഷം കണ്ടോ? എന്താണ് ഇഷിത നീ സ്കൂളിൽ വരാത്തേ? ഇഷിത ഞാൻ മിക്കിയോട് പറ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയാൻ പറടാ ഇച്ചൂട്ടാ, പറ ഇച്ചൂട്ടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.